ബംഗാൾ ഗവർണറായി ചുമതലയേൽക്കും മുമ്പ് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ പെരുന്നയിൽ പോയപ്പോൾ NSS നേതൃത്വം അനുമതി നിഷേധിച്ചെന്ന CV ആനന്ദബോസിന്റെ ആരോപണം സ്ഥിരീകരിച്ച് NSS എഡ്യൂക്കേഷൻ മുൻ സെക്രട്ടറി MR ഉണ്ണി. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ വേണ്ടിയാണ് ആനന്ദബോസ് പെരുന്നയിൽ എത്തിയതും. എന്നാൽ സുകുമാരൻ നായരാണ് പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാതിരുന്നതെന്നും MR ഉണ്ണി പറഞ്ഞു. മന്നം ജയന്തിക്കും സമാധിക്കും മാത്രമേ പുഷ്പാർച്ചന നടത്താൻ കഴിയൂവെന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഇതു പറഞ്ഞതിനു പിന്നാലെ അധികം സംസാരത്തിന് നിൽക്കാതെ ആനന്ദബോസ് മടങ്ങിപ്പോവുകയായിരുന്നുവെന്നും MR ഉണ്ണി പറഞ്ഞു. ആനന്ദബോസ് വന്നപ്പോൾ സുകുമാരൻ നായർ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. കുശലാന്വേഷണം പറഞ്ഞ് അകത്തേക്ക് പോവുകയായിരുന്നു. ഇതിനുശേഷം ചായ കൊടുത്തു. സുകുമാരൻ നായർക്ക് ഇഷ്ടമുള്ളവർ എത്തിയാൽ ഏതു സമയത്തും മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് അവസരം കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടം ഇല്ലാത്തവർ ചെന്നാൽ അനുവാദം കൊടുക്കില്ല. ഭ്രാന്തന്മാരും പട്ടികളും കയറാതിരിക്കാൻ വേണ്ടിയാണ് മന്നം സമാധി അടച്ചിടുന്നതെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. മന്നം സമാധി അടച്ചിടാൻ ചില ബാലിശ്യമായ കാര്യങ്ങളാണ് സുകുമാരൻ നായർ പറയുന്നതെന്നും MR ഉണ്ണി പറഞ്ഞു. സമാധിക്കും ജയന്തിക്കും മാത്രമാണ് പുഷ്പാർച്ചന നടത്താറുള്ളതെന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. താൻ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ അവിടെ പോയപ്പോൾ പുഷ്പാർച്ചന ചെയ്യിപ്പിച്ചിരുന്നു. ആനന്ദബോസ് പെരുന്നയിൽ വന്നത് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നുവെന്നും MR ഉണ്ണി പറഞ്ഞു. ഡൽഹി NSS കൂട്ടായ്മ സംഘടിപ്പിച്ച മന്നം ജയന്തി ആഘോഷത്തിലാണ് NSS നേതൃത്വത്തിനെതിരെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ആരോപണമുന്നയിച്ചത്. ഗവർണറായി നിയമിക്കപ്പെട്ടതിന് പിന്നാലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ആഗ്രഹിച്ചു. പുഷ്പാർച്ചന നടത്തുന്നതിനൊപ്പം കൂടിക്കാഴ്ചയ്ക്ക് കൂടിയുള്ള അനുമതി NSS ജനറൽ സെക്രട്ടറിയോട് തേടി. NSS ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടന്നു. എന്നാൽ പുഷ്പാർച്ചനയ്ക്ക് അനുമതി നൽകിയില്ലെന്നാണ് ആനന്ദബോസിന്റെ ആരോപണം. പെരുന്നയിലെ കാവൽക്കാരനെ കാണാനല്ല അവിടെ പോകുന്നതെന്നും NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ ഒളിയമ്പെയ്ത് അദ്ദേഹം പറഞ്ഞു. ഞാനൊരു കരയോഗം നായരാണ്. എനിക്ക് IAS തന്നത് ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗവർണറായി എന്നെ നിയമിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കരയോഗമാണെന്ന്. ബംഗാൾ ഗവർണറായി ചുമതലയേൽക്കും മുമ്പ് എനിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണമായിരുന്നു. അതിനെനിക്ക് NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു. എന്നോട് സംസാരിച്ചു. കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യം മാത്രം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യന്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചനം നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ ഇത്? ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം കുത്തക അവകാശമാണോ? പെരുന്നയിലെ കാവൽക്കാരനെ കാണാനല്ല അവിടെ പോകുന്നത്. സാക്ഷാൽ യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ ഭരിച്ച ഇന്ദ്രപ്രസ്ഥത്തിൽ ഭാരതകേസരി മന്നത്താചാര്യന്റെ ഒരു സ്മരണിക തീർക്കണം, ഒരു സ്മാരകം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു. NSS സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ സ്മാരകം ഡൽഹിയിൽ നിർമ്മിക്കണമെന്നും 1 മാസത്തെ ശമ്പളം സംഭാവനയായി നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ CV ആനന്ദബോസിന്റെ ആരോപണത്തെ തള്ളി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ആനന്ദബോസ് പറയുന്നത് പോലെ ഒരു സംഭവവും നടന്നിട്ടില്ലെന്നും ആനന്ദബോസ് മന്നം സമാധിയിൽ വന്നിട്ട് കയറാൻ കഴിയാതെ ഒരിക്കലും പോയിട്ടില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആനന്ദബോസ് എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ പറയുന്നതെന്ന് സംശയമുണ്ട്. ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനായി വെറുതെ സ്റ്റണ്ട് അടിക്കുന്നതാണ്. ആനന്ദബോസ് പെരുന്നയിൽ വന്നിട്ടുണ്ട്, പുഷ്പാർച്ചന നടത്തിയിട്ടുമുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആ സമയത്ത് ഏതെങ്കിലും ഭ്രാന്തൻ വന്ന് അകത്ത് കയറി തൊഴുതിട്ട് പോയാൽ ആര് സമാധാനം പറയും? ഞങ്ങൾക്കെതിരെ പറയുന്നവർ പറയട്ടെ എന്നും, മോഹൻലാൽ വന്ന് തൊഴുതിട്ട് പോയിട്ട് ഇവിടെ കയറ്റിയില്ല എന്ന് വരെ പറഞ്ഞു പരത്തിയില്ലേ എന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു.